മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, സമൂഹമാധ്യമങ്ങൾ എന്നിവയുടെ അമിത ഉപയോഗം മൂലം കുട്ടികളിലും യുവാക്കളിലും ഉണ്ടാകുന്ന മാനസിക, ശാരീരിക, സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി ലയൺസ് ക്ലബ്ബ് അരവഞ്ചാൽ 1 വർഷം നീളുന്ന ഡിജിറ്റൽ വെൽനസ് ക്യാമ്പയിന് തുടക്കമിടുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി 30-ന് രാവിലെ 6:30-ന് പാടിയോട്ടുചാലിൽ നിന്നും അരവഞ്ചാലിലേക്ക് മിനി മാരത്തൺ സംഘടിപ്പിക്കും. പേരാവൂർ ഡിവൈഎസ്പി AV ജോൺ മിനി മാരത്തൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അരവഞ്ചാലിൽ നടക്കുന്ന ചടങ്ങിൽ ഡിജിറ്റൽ വെൽനസ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം V. കുഞ്ഞികൃഷ്ണൻ MLA നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സോണി തോമസ്, CK വിശ്വനാഥൻ, PV ദിനേശ്, സുജിത് നമ്പ്യാർ, ഡോക്ടർ P. ആശാദേവി, CV ജയേഷ് എന്നിവർ പങ്കെടുത്തു. പ്രിയപ്പെട്ട പ്രസ് ഫോറം സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സർവീസ് സംഘടന ബ്രാൻഡായ ലയൺസ് ഇന്റർനാഷണലിന്റെ പ്രാദേശിക ലയൺസ് ക്ലബ്ബ് ഓഫ് അരവഞ്ചാൽ ഈ വർഷം ഏറെ അഭിമാനത്തോടുകൂടി ഈ സമൂഹം പ്രസന്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഡിജിറ്റൽ വെൽനസ് ക്യാമ്പയിൻ. നമുക്കറിയാം, ലയൺസ് ക്ലബ്ബ് 200 രാജ്യങ്ങളിലായി വിവിധങ്ങളായിട്ടുള്ള സർവീസ് മേഖലകളിൽ, പ്രത്യേകിച്ച് ഹങ്കർ, ഹോം ഫോർ ഹോംലെസ്, ഡയബറ്റിസ്, ഇങ്ങനെ കാലികമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, വിഷൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർവീസ് സംഘടനയായിട്ട് നിലകൊള്ളുന്നത്. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ വരുന്ന കാലത്ത് വിശപ്പിനെ കഴിഞ്ഞും, അല്ലെങ്കിൽ വിഷനെ കഴിഞ്ഞും, അതല്ലെങ്കിൽ പാർപ്പിടമില്ലായ്മയെ കഴിഞ്ഞുമൊക്കെ ഇന്ന് കാലികമായിട്ട് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മൊബൈൽ, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഒക്കെ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലെ പ്രത്യേകിച്ച് ഏറ്റവും ദുർബലരായിട്ടുള്ള നമ്മുടെ കുട്ടികളെ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ശക്തിയായി മാറിയിട്ടുണ്ട്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പലതരത്തിൽപ്പെട്ട മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളുടെയും മൂല കാരണം ഈ ഡിജിറ്റൽ മീഡിയയുടെ ദുരുപയോഗമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് കുട്ടികളിൽ ഉറക്കക്കുറവ് ഒരു വല്ലാത്ത പ്രശ്നമായി മാറുന്നു. ഞങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ സ്കൂളിൽ പോകാൻ റിഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ആ കുഞ്ഞുങ്ങളുടെ ജീവിതശൈലി പരിശോധിക്കുമ്പോൾ ഒരു ആവറേജ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് പണ്ടൊക്കെ 1 മണിക്കൂറൊക്കെ ആയിരുന്നെങ്കിൽ, 2 മണിക്കൂറായിരുന്നെങ്കിൽ, ഇന്നത് 6 to 10 ആണ് ആവറേജ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഈ 6 to 10 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ബ്രെയിനിൽ ആ ഡിജിറ്റൽ മീഡിയ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. നമുക്ക് മദ്യവും മയക്കുമരുന്നും നമ്മുടെ കുട്ടികൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ച് നമ്മളൊക്കെ അവെയറാണ്. പക്ഷേ ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ച് സമൂഹം ഇന്ന് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഈ കൊറോണ കാലത്ത് നമുക്കറിയാം, കൊറോണ നമ്മളെ ഏൽപ്പിച്ച ആഘാതത്തെക്കാളും വലുതാണ് ഈ കൊറോണ നമ്മളുടെയൊക്കെ ജീവിതത്തിലെ 6th സെൻസാക്കി മാറ്റിയ ഈ മൊബൈലിൻ്റെ സ്വാധീനം. അതുകൊണ്ട് നമുക്കിന്നറിയാം, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് നമ്മുടെ ജീവിതത്തെ വളരെ എളുപ്പമുള്ളതാക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഏതൊരു കാര്യത്തെടുത്താലും ഡിജിറ്റൽ ഉപകരണങ്ങളില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പാടാണ്. പക്ഷെ നമ്മൾ ഈ ക്യാമ്പയിനകത്തോട് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗത്തെ നിരുത്സാഹപ്പെടുത്തുകയല്ല, അതിനെ ഏറ്റവും ആരോഗ്യകരമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം, അതിനെ ആരോഗ്യകരമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അതെങ്ങനെ നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്ന് പൊതുസമൂഹത്തെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ലയൺസ് ക്ലബ്ബ് അധികവും പ്രത്യേകിച്ച് യുവജന ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുകൾ ധാരാളം സംഘടിപ്പിച്ചിരുന്നു. പക്ഷെ നമുക്കറിയാം, അതൊക്കെ ഇന്ന് കുട്ടികളുടെ ഇടയിലൊക്കെ ഈ അത്തരത്തിലുള്ള ലഹരി ബോധവൽക്കരണമൊക്കെ
ഒരു വിരക്തിയുടെ മട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നൂതനമായ ഇപ്പം കാലിക പ്രസക്തമായ ഈ ഡിജിറ്റൽ അഡിക്ഷനെതിരെ ഒരു മുഖ്യ പ്രചരണം നടത്തുക എന്നുള്ളത് ഈ വർഷം നമ്മൾ പ്രധാന ഒരു അജണ്ടയായി കരുതുന്നു. അതിൻ്റെ പ്രസക്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടൊരു മിനി മാരത്തൺ പാടിയോട്ട് ചാലിൽ നിന്ന് അരവൻചാലിലേക്ക് നമ്മൾ നടത്തുന്നു. അത് അരവൻചാലിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ പ്രിയങ്കരനായ MLA വി കുഞ്ഞകൃഷ്ണൻ MLA ആണ് ഈ ഡിജിറ്റൽ വെൽനസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നടത്തുന്ന ഡിജിറ്റൽ മാരത്തൺ പ്രോഗ്രാമിനെ കുറിച്ച് ആ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനർ റിട്ടയർഡ് DSP വിശ്വനാഥൻ CK നിങ്ങളോട് സംസാരിക്കും. ഓഗസ്റ്റ് 30-ാം തീയതി രാവിലെ 6:30 നമ്മൾ ഒരു മിനി മാരത്തോൺ പാടിയോടിച്ചാലിൽ നിന്നും അരവിന്ദാലിലേക്ക് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഡിജിറ്റൽ വെൽനസിൻ്റെ ഭാഗമായി ഓട്ടം മാത്രമല്ല, ഓട്ടമായി മാത്രം കണക്കാക്കാതെ നമ്മുടെ ഡിജിറ്റൽ എല്ലാവരും മുഴുവൻ സമയവും ഇപ്പോൾ മൊബൈലും നമ്മൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്നവരെ ഒരു മുഖ്യധാരയിലേക്ക്, അതായത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരിക, യുവജനങ്ങളെയും കുട്ടികളെയും ഊർജ്ജസ്വലരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ മിനി മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ DYSP ശ്രീ JB ജോൺ അവരുകളാണ്. അദ്ദേഹം രാവിലെ അവിടുന്ന് ഉദ്ഘാടനം ചെയ്യും. ആ സമയത്ത് അവിടെ ഉള്ള നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളുടെ ലീഡേഴ്സ്, അതുപോലെ നാട്ടുകാർ, കായിക പ്രേമികളൊക്കെ സന്നിഹിതരായിരിക്കും. ചെറിയൊരു 10-15 മിനിറ്റ് നമുക്ക് കൂടി അവിടുന്ന് ആരംഭിക്കുന്നതും ഞങ്ങൾ ഏകദേശം കണക്ക് കൂട്ടുന്നത് 1 മണിക്കൂർ കൊണ്ട് അരവഞ്ചാൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ മഴയൊന്നുമില്ലാതിരുന്നാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഉണ്ടാവും. ഏകദേശം 100-ൽ പരം ആൾക്കാരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 70ഓളം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഒരു 100-ൽ പരം ആൾക്കാരുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓരോ സ്വർണ്ണാഭരണവും പാരമ്പര്യത്തിന്റെ അഭിമാനം. ഓരോ ഡയമണ്ടും പറയുന്നത് വിശ്വാസത്തിന്റെ കഥ. നിങ്ങളുടെ സ്റ്റൈലിന് പെർഫെക്റ്റ് തിളക്കം. ദ ക്രൗൺ ഓഫ് ഫൈൻ ജ്വല്ലറി. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജുവലേഴ്സ്.